വെൽക്കം ടു ഈസി മാത്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലും ഫ്രാക്ഷൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ, എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുകളിൽ ഒരു വലിയ നമ്പറും താഴെ ഒരു ചെറിയ നമ്പറുമായിട്ട് വരുന്നതിന് വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഡെഫിനേഷനൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലും താഴെ ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് വരണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ വലുതും താഴെ ചെറുതുമായിട്ടുള്ള നമ്പർ എടുത്തു. ഇനി അതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞ് 2.5, 3, 2.5, 3.25 അല്ലേ, അങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ ഇതിന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യാനെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. കാണിച്ചു തരാം. 25 ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കുക? 4 കൊടുക്കുക. അപ്പം 25നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ എത്ര വരും? 6 വരും. അപ്പം 6, 4, 24 എന്നിവിടെ വരും. റിമൈൻഡർ എത്ര വരും? 1 വരും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ മുകളിൽ കിട്ടിയ ഉത്തരം ഇവിടെ കൊടുക്കുക 6. എന്നിട്ട് റിമൈൻഡർ, ഈ താഴെ കിടക്കുന്ന ആളെയാണ് റിമൈൻഡർ എന്ന് വിളിക്കുന്നത്. റിമൈൻഡറിന് ഇവിടെ കൊടുക്കുക. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ഈ നമ്പർ, അതായത് ഈ നമ്പർ അതിവിടെ കൊടുക്കുക. അപ്പൊ 6.25 വരും. 6.25 കേട്ടോ. 6.25. നമുക്കിതുപോലെ തന്നെ വേറെണ്ണം നോക്കാം. 30 ഡിവൈഡഡ് ബൈ ഒരു 7 എടുക്കാം. 30 ഡിവൈഡ് ബൈ 7 അതിന് മാറ്റാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യുക? 30നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 30നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 28 ശിഷ്ടം 2. അപ്പം ഈ 4 ഇവിടെ കൊടുക്കുക. 2 ഈ റിമൈൻഡർ 2 മുകളിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ 7. അപ്പൊ എന്താ കൊടുത്തത്? ഉത്തരം റിമൈൻഡർ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ. അങ്ങനെ വിളിച്ചാൽ മതി. ഉത്തരം കിട്ടിയത് റിമൈൻഡർ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ. ആ രീതിക്ക് കൊടുത്തിരിക്കുക കേട്ടോ. ഇതിന്റെ നമുക്ക് ഒറ്റൊരെണ്ണം കൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മളോട് ചോദിച്ചിരുന്നത് എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ 5 ആയിരുന്നു കരുതുക. 27 ഡിവൈഡ് ബൈ 5 ചെയ്ത് നോക്കുക. 27 ബൈ 5, 5, 25, റിമൈൻഡർ 2. അപ്പം 5, 2 റിമൈൻഡർ മുകളിൽ, ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച് ഈ നമ്പർ 5 താഴെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി പഠിക്കണം. അപ്പൊ അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മിക്സഡ് ഫ്രാക്ഷനെ അതിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്? ഇംപ്രോപ്പർ. ഓക്കെ, അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻ ഓർഡർ എടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ എടുത്താൽ നമ്മൾ 2.5 എടുക്കുന്നു. 2.5 നമുക്ക് എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ആക്കി മാറ്റണം. അപ്പൊ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ നിങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കിട്ടുന്ന ആൻസറിനെ ഇതുകൊണ്ട് ആഡ് ചെയ്യണം. കാണിച്ചു തരാം. 2 into 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2 4, 4 plus 1 5, 5 by ഈ താഴെയുള്ള ഈ നമ്പർ തന്നെ ഉള്ളൂ 2. കുറെ എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത് എടുക്കാം. 3 2/3 ആയിരുന്നു എന്ന് കരുതുക. അപ്പൊ ഇവിടെ നിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 3 9. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. 9 plus 1 11, 11/3. വേറെ നമുക്ക് നോക്കാം. വേറെ എടുക്കുവാണെങ്കിൽ എന്താണ്? ഇപ്പം നമുക്ക് വേണമെങ്കിൽ 4 3/4 എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 16, 16 plus 3 19 divided by 4. നമുക്ക് ജനറലി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജനറലി പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് AB/C എന്നുള്ള രൂപത്തിൽ കിടക്കുവാണ്. എന്ത് ചെയ്യും നമ്മൾ ആദ്യമേ? C into A. സിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ബിനെ കൂട്ടും. പ്ലസ് B ഡിവൈഡഡ് ബൈ C. ഡിവൈഡഡ് ബൈ C കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേ? C into A ഇവിടെ നിങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. C into A പ്ലസ് B ഡിവൈഡഡ് ബൈ C. അങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സപ്പോസ് നമുക്ക് 5
ഒരു 3/7 ആയിരുന്നു മാറ്റേണ്ടതെങ്കിൽ 7 ഇൻറ്റു 5 35, 35ഉം 3 കൂടി ചേർക്കുമ്പോൾ 38 /7 എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി നമുക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പഠിക്കാം കേട്ടോ. നമ്മൾ ആഡ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. അഡീഷനും സബ്സ്ട്രാക്ഷൻ രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ സെയിം വരുന്ന കേസ് നോക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ സെയിം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ എടുക്കാം. 1/4 + 2/4 എന്നാണെന്ന് കരുതുക. 1/4 + 2/4. നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ? 2 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 കോമൺ ആയിട്ട് കൊടുത്തിട്ട് ഈ മുകളിൽ കിടക്കുന്ന 1ഉം 2ഉം കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എന്ത് വരും? 3/4 എന്ന് വരും. അതായത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ താഴെ കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ആഡ് ചെയ്ത് എഴുതുക. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. 2/7 + 3/7 + 1/7. ഇപ്പം എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് കൊടുക്കുക. എത്ര വരും? 7. 2 + 3 + 1 which is equal to 5 + 1 6/7. ഓക്കെ, വേറെന്നോട് നോക്കാം. 3/8 + 2/8 + 1/8 + 1/8 എന്നൊക്കെയാണ് തരുന്നതെങ്കിൽ 8 കോമൺ ആയിട്ട് കൊടുത്തു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കേട്ടോ. 3 + 2 + 1 + 1 which is equal to എങ്ങനെ കൊടുക്കുക? ഇത് 8 കോമൺ ആയിട്ട് കൊടുക്കുക. 5ഉം 6 7 7/8 എന്ന് വരും. 7/8. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോമൺ ഡിനോമിനേറ്റർ വരുമ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ കോമൺ ഡിനോമിനേറ്റർ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സപ്പോസ് 4/8 - 3/8 എന്നായിരുന്നു കരുതുക. അപ്പം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 8 കൊടുത്തു. 4 - 3 കൊടുക്കുക. 1/8 എന്ന് വരും. 1/8. വേറെ നോക്കാം. 5/11 - 2/11 - 1/11 which is equal to കോമൺ ആയിട്ട് 11 കൊടുത്തു. 5 - 2 - 1. 5 - 2 എന്ന് പറയുമ്പം 3. 3 - 1 എന്ന് പറയുമ്പം 2. 2/11. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കൂട്ടാനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് കാണണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോമൺ ഡിനോമിനേറ്റർ വരുന്ന കേസിൽ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസിൽ എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം സപ്പോസ് നമുക്ക് 1/2 + 2/3 എന്നായിരുന്നു തന്നിരുന്നതെന്ന് കരുതുക. ഈ കേസിൽ ഡിനോമിനേറ്റേഴ്സ് എന്തല്ല? സെയിം അല്ല. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഏത് റൂളാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സപ്പോസ് A/B + C/D ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. D × A പ്ലസ്, നടുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, നടുക്ക് മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. മൈനസ് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. D × A പ്ലസ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. B × C / ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. B × D. ഇപ്പം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അഡീഷൻ കൊടുക്കുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷനിൽ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3 പ്ലസ് കൊടുക്കാൻ നടക്കുക പ്ലസ്, പിന്നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4. അപ്പം 3 × 1 3 പ്ലസ് 2 × 2 4 / 2 × 3. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 7/6 എന്ന് വരും. 7/6. വേറൊന്നും കൂടെ നോക്കാം. അതായത് സപ്പോസ് 1/11 + 2/5 ആണെന്ന് കരുതുക. 2 × 5 5 × 1 5 × 1 5 പ്ലസ് 11 × 2 22 / 11 × 5 55.
വിച്ച് ഈസ് ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 55 എന്ന് വരും. അപ്പൊ എങ്ങനെയാ ചെയ്ത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി, പ്ലസ് കൊടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. 27 ഡിവൈഡ് ബൈ 55 എന്ന് വന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാടുള്ളതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ PSC അങ്ങനെയുള്ളവരൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഒട്ടും അറിയത്തില്ലാത്ത ഒരു നല്ല പ്രാക്ടീസിലൂടെ അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാനും കൂടി റെഡി ആവുക. അപ്പോൾ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്ത് അങ്ങനെ നമുക്ക് മാത്സിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതുപോലെ നമുക്ക് മൈനസ് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അതായത് 1/3 മൈനസ് 1/5 ആയിരുന്നു കരുതുക. അപ്പം നേരത്തെ പോലെ തന്നെ A/B മൈനസ് C/D എന്നാണെങ്കിൽ D ഇൻറ്റു A മൈനസ് നടുക്ക് കൊടുത്താൽ മതി കേട്ടോ. B ഇൻറ്റു C ഡിവൈഡഡ് ബൈ B ഇൻറ്റു D. നേരത്തെ പോലെ തന്നെ മൈനസ് നടുക്ക് കൊടുത്താൽ മതി പ്ലസിന് പകരം. ഓക്കെ, അപ്പൊ നേരത്തെ അത് ഈക്വേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 ഇൻറ്റു 1 5 മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാം 3 ഇൻറ്റു 1 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 15 വിച്ച് ഈസ് ഈക്വൽ ടു 2/15 എന്ന ആൻസർ കിട്ടും കേട്ടോ. 2/15. അപ്പൊ ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നമുക്ക് വേറൊരു എക്സാമ്പിളോട് നോക്കാം. സപ്പോസ് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് കരുതുക. 2/7 മൈനസ് 1/11 വിച്ച് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 2 22 മൈനസ് 7 ഇൻറ്റു 1 7 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11 77. 22 മൈനസ് 7 ചെയ്യാം കേട്ടോ. 22 മൈനസ് 7 ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 77. 15 ഡിവൈഡഡ് ബൈ 77 ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ബേസ് ആയിട്ടുള്ള കാര്യം പഠിച്ചു. ഇനി നമുക്ക് LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ പഠിക്കണം. അപ്പം ഞാൻ കുറച്ച് ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാന്ന് എഴുതിയിട്ടാണ്. അപ്പം നിങ്ങൾക്കും ഫോളോ ചെയ്ത് പോകാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ LCM മെത്തേഡ് വെച്ച് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.